Opening hours with MyFin. ഏതായാലും മാർക്കറ്റിൻ്റെ മറ്റു കൂടുതൽ അപ്ഡേറ്റ്സ് അറിയേണ്ടതുണ്ട്. അതിനായി ഇപ്പോൾ ഹാർനസ് ഫിന്നിലെ ചീഫ് സ്ട്രാറ്റജിസ്റ്റും സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറുമായ അനീഷ് ചന്ദ്രൻ സി സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. ഗുഡ് മോർണിംഗ് സാർ, ഏതായാലും ഇതൊരു ക്രിസ്മസ് വീക്ക് തുടങ്ങുകയാണ്. ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ട്രേഡിംഗ് കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി 50 ഇപ്പോൾ 166 പോയിൻ്റ് നേട്ടമാണ് കാഴ്ചവെക്കുന്നത്. 26,132 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. താങ്കളുടെ ഇപ്പോഴത്തെ ഒരു എക്സ്പെക്റ്റേഷൻ മാർക്കറ്റിൽ എന്താണ്? നമ്മുടെ ഒരു പോസിറ്റീവ് എക്സ്പെക്ടേഷൻ തന്നെയാണ് ഈ വീക്കിൽ നിലനിൽക്കുന്നത്. ബട്ട് ഞാനൊരു കോഷ്യസ് നോട്ട് കൂടെ പറയുകയാണ്. സസ്റ്റൈനബിലിറ്റി നേരത്തെ ഉള്ളതുപോലെ നമ്മൾ ഒന്ന് കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യുക. കാരണം 26,250 300 എന്നൊക്കെ ലെവൽ എന്ന് പറയുന്നത് ഒരു കോഷ്യസ് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ഒരു ലെവൽസ് ആണ്. കാരണം നിഫ്റ്റിയിൽ എല്ലാ പ്രാവശ്യവും കഴിഞ്ഞ 2 പ്രാവശ്യവും നമ്മൾ കണ്ടതാണ്, ആ ലെവലിലേക്ക് വരുമ്പോഴേക്കും വീണ്ടും താഴോട്ട് പോകാൻ അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മൾ കണ്ടു. ബയേഴ്സ് അവിടെ വളരെയായിട്ട് ആക്റ്റീവ് ആവുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഞാനത് കുറച്ചുകൂടെ പോസിറ്റിവിറ്റി വരാനുള്ള കാരണം അറിയുന്നത് നമ്മുടെ അതർ ഇൻഡെക്സുകൾ, അതായത് ബാങ്ക് ഇൻഡെക്സ് കൂടാതെ IT ഇൻഡെക്സ്, ഓട്ടോ ഇൻഡെക്സ്, മെറ്റൽ ഇൻഡെക്സ് ഒക്കെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ എല്ലായിടത്തുനിന്നായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബയാസിൽ നിൽക്കുന്നതായിരിക്കും. ബട്ട് കോഷ്യസ് ഒരു ഹൈയിലേക്ക് വരുമ്പോൾ ഉള്ള സ്വാഭാവികമായി നമ്മൾ നോക്കേണ്ട ഒരു കോഷ്യസ് നോട്ട് കൂടെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ല സ്റ്റാർട്ട്. സർ, ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 59,285 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. 216 പോയിന്റ് നേട്ടമാണെന്ന് കാണുന്നത്. താങ്കൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? ലാസ്റ്റ് വീക്കിൽ നമ്മളത് പറഞ്ഞിരുന്നു, 60,000 പോകാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും, അത് കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ ഈ പോസിറ്റീവ് ബയാസിൽ നിൽക്കുന്നു, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ ബാങ്ക് ഇൻഡെക്സിൽ നല്ലൊരു മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യതയാണ് ഞാനിപ്പോൾ കാണുന്നത്. കാരണം MBFCയിലൊക്കെ വളരെ പോസിറ്റീവ്, നിങ്ങൾ അത് കവർ ചെയ്തു, നല്ല രീതിയിൽ തന്നെ MBFCയിലെ പോസിറ്റീവ് ന്യൂസുകൾ കവർ ചെയ്തു. അതുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ ആൻഡ് ബാങ്കിങ് സെക്ടർ നമ്മൾ വളരെയധികം പോസിറ്റീവ് ആണ്. ഇത് കുറച്ചു കാലമായിട്ട് ബാങ്കിങ് സെക്ടർ, പ്രത്യേകിച്ച് PSU ബാങ്ക്സുകൾ എല്ലാം തന്നെ പെർഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അടുത്തുള്ള MBFC മേഖലകളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടറിനെ സംബന്ധിച്ച് തന്നെ പോസിറ്റീവാണ്. എന്റെ എക്സ്പെക്ടേഷൻ എബോവ് ഒരു 60,000 മോഡലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, പുതിയ ഹൈയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ സ്ലോ മൂവ്മെന്റ്സ് ആണ് ഇപ്പൊ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ ഒരു സ്പീഡ് വരും, അടുത്ത 1-2 ദിവസങ്ങളിൽ സ്പീഡ് കൂടും എന്നുള്ളത് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഏതായാലും നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലോട്ട് കൂടി പോകാം. നമുക്കിപ്പോൾ ഇനി ചോദിക്കാനുള്ളത് ഇന്നത്തെ ഒരു IT ഇൻഡെക്സിൻ്റെ മൂവാണ്. ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ഒരു പോസിറ്റീവായിട്ട് IT സെക്ടറിലൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. IT-യിൽ എന്താണ് താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ? IT ഇൻഡെക്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകരെല്ലാം തന്നെ ആ ഒരു മൊമെന്റം എൻജോയ് ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ 36,000 ലെവലിൽ തന്നെ പറഞ്ഞിരുന്നു 40,000 റാലിയാണത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആയിരുന്നു അന്ന് കണ്ടിരുന്നത്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് എപ്പോഴും ഉള്ളത്. നമ്മൾ 40,000 എബോ, എനിക്ക് ഇപ്പോഴും പറയാൻ കഴിയുന്നത് 40,000 എബോ തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ ഒരു മൊമെന്റം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ചെറിയ ചെറിയ റെസ്റ്റിംഗ് പോയിന്റുകൾ അല്ലാതെ വേറെ ഒരു കറക്റ്റീവ് ആക്ഷൻസ് ഇതിൽ വന്നിട്ടില്ല. അപ്പൊ വീണ്ടും ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വളരെയധികം പോസിറ്റീവായിട്ട് ഇമ്മീഡിയറ്റ് ഒരു റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് ഞാൻ 40,000 എന്ന് പറയുന്നെങ്കിലും അതിന് മുകളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. IT സെക്ടർ വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ളൊരു പേസിലൂടെ കടന്നു പോയിട്ട് റിക്കവറി കാണുന്നുണ്ട്. അതൊരു റിവേഴ്സൽ ട്രെൻഡായിട്ട് തന്നെ എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. കാരണം വോളിയത്തിൽ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു പാറ്റേൺ കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ട് നോക്കാം. തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ട് തന്നെയാണ്, എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മൂവ്മെന്റ് തന്നെയാണ്. ഗുഡ് മോർണിംഗ് അനീഷ്. മോർണിംഗ് അനീഷ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് ഇവിടുന്ന് നമുക്കൊരു നിഫ്റ്റിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ നല്ലൊരു പുൾ ബാക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബാങ്ക് ഇൻഡെക്സ് നന്നായിട്ട്, അതായത് ഫിനാൻഷ്യൽ സെക്ടർ നന്നായിട്ട് കയറിയാൽ മാത്രമേ ഇനി ഒരു മൂവ്മെൻറ്റ് കിട്ടുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ടെക്നിക്കൽ സെറ്റപ്പ് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതിൽ തന്നെ നമുക്കറിയാം ഈ അടുത്ത കാലത്ത്, അതായത് കഴിഞ്ഞ ആഴ്ച വന്ന ഈ ശ്രീറാം ഫിനാൻസിൽ MUFGയുടെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മുടെ പ്രേക്ഷകർ, അതായത് സാധാരണ ട്രേഡേഴ്സ് നോക്കുമ്പോൾ ഓൾറെഡി ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം
പെർഫോം ചെയ്തു. എനിക്കൊന്ന് 570-80 നിന്നൊക്കെ ഏതാണ്ട് 930 വരെ നല്ല രീതിയിൽ ഏതാണ്ട് നല്ലൊരു പെർസെൻറ്റേജ് റിട്ടേൺ ഈ സ്റ്റോക്ക് തന്നത് കാരണം പൊതുവേ ആൾക്കാർ നോക്കുമ്പോൾ അയ്യോ ഇത് ഓൾറെഡി ഇത്രയും കയറിയല്ലോ, അത് കാരണം ഇനി മേടിച്ചിട്ട് കാരണമുണ്ടോ എന്നുള്ളത് അവർ ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈ ഒരു ഡീല് കാരണം ശ്രീറാം ഫിനാൻസിൻ്റെ പ്രൊഫൈൽ തന്നെ വേറെ രീതിയിൽ മാറുന്നു എന്നുള്ളതാണ്. അതായത് ബുക്ക് വാല്യൂ ഇൻക്രീസ് ചെയ്യും, അവരുടെ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് വില കുറഞ്ഞവർക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പം നല്ല രീതിയിൽ മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. EPS ചെറുതായിട്ട് അല്ലാതെ വലിയ അനക്കം വന്നില്ല, അല്ലെങ്കിൽ ചെറിയൊരു 4-5% ഡിപ്പ് വരുന്നെങ്കിൽ പോലും തന്നെ ബുക്ക് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ പ്രൈസ് ടു ബുക്കിൻ്റെ വാല്യുവേഷനും വെച്ചിട്ട് ആ ഒരു MUFG ഡീലിൻ്റെ ക്രെഡിബിലിറ്റിയും ആ സ്ട്രക്ചറലായിട്ടുള്ള ചേഞ്ചും വെച്ച് നോക്കുമ്പോൾ ശ്രീറാം ഫിനാൻസിന് ഫണ്ടമെൻ്റലി ഒരു റീ റേറ്റിങ്ങിനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഓപ്റ്റിക്കലി മനസ്സിലാവുന്നത്. അത് തന്നെയാണ് ഫോറിൻ ബ്രോക്കറേജസ് ആയ ജെഫ്രീസും മോർഗൻ സ്റ്റാൻലിയും സിറ്റിയൊക്കെ പറയുന്നത് എന്നുള്ള. അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ചൊരു ഹെസിറ്റേഷൻ ഉണ്ടാവും. അതായത് ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്ത സ്റ്റോക്ക് ഇനിയും കയറാൻ ചാൻസ് ഉണ്ടോ? അപ്പം നമ്മൾ ചോളമണ്ഡലവും സുന്ദരം ഫിനാൻസും M&M ഫിനാൻഷ്യലുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാൻ നേരത്ത് ഫണ്ടമെൻ്റലി ഇതിന് ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ബ്രോക്കറേജസ് പറയുന്നത്. ടെക്നിക്കൽ ചാർട്ട് എന്താണ് അനീഷ് പറയുന്നത്? അതായത് 930+ എങ്ങാണ്ടായി എന്നാണ് വിഷ്ണുവിൻ്റെ റീഡിങ്ങിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ ടെക്നിക്കൽ സെറ്റപ്പ് എങ്ങനെയാണ് ശ്രീറാം ഫിനാൻസിൽ നിൽക്കുന്നത് അനീഷ്? നമ്മളെ ചാർട്ടൊക്കെ റീഡ് ചെയ്യുന്നതിന് മുമ്പ് താങ്കൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ തന്നെ വന്ന ഒരു വീലം MBFC സെക്ടറിൽ ഒരുപാട് ഫണ്ട് ചൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ ഫോറിൻ ഫണ്ടുകൾ വരുന്നു എന്നുള്ളത് ഡിസ്കസ് ചെയ്തിരുന്നു. ഞാനത് വളരെ വ്യക്തമായി കേട്ടതുമാണ്. അപ്പോൾ ആ ഒരു അതിന്റെ കണ്ടിന്യൂഷനാണ് ഈ വന്നിരിക്കുന്ന ശ്രീറാം ഫിനാൻസിൽ വന്നിരിക്കുന്ന ഫണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ വ്യക്തമായിട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്. കാരണം നമ്മൾ 5000 വന്നപ്പോഴും മാരുതിയെ കുറിച്ച് പറഞ്ഞിരുന്നത് വളരെയധികം ഹൈയിലാണ്, ടോപ്പിലാണ്, ഇനി അത് എടുക്കണോ എന്നൊക്കെയാണ് നമ്മൾ ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് മാരുതി എത്രത്തോളം, കാരണം അതേപോലെ ഒരു മാർക്കറ്റ് ലീഡർ തന്നെയാണ് ശ്രീറാം ഫിനാൻസ്. അവരുടെ സെഗ്മെന്റിൽ ഇത്രയധികം മാർക്കറ്റ് ലീഡറായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ആൾമോസ്റ്റ് ലീഡർ എന്നല്ല, ഒരു മൊണോപ്പൊളി പോലെ തന്നെയാണ് ആ സെക്ടറിൽ ഇപ്പോഴും അവർ നിൽക്കുന്നതെന്നാണ് നിൽക്കുന്നത്. ചെറിയ ചെറിയ മാർക്കറ്റ് ഷെയർ മാത്രമാണ് അടുത്ത് പറഞ്ഞ 2-3 കമ്പനികൾക്കുള്ളത്. അത് കൂടാതെ ഈ ഒരു സെഗ്മെന്റിൽ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു മാർക്കറ്റ് ലീഡറിനെ സംബന്ധിച്ച് ഈ ഒരു പ്രൈസ് ഒന്നും, അല്ലെങ്കിൽ വരുന്ന പ്രൈസുകൾ ഓരോ ഹൈ വരുമ്പോഴും നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലുണ്ടാവും. ഇനി നമുക്ക് ടെക്നിക്കലിലേക്ക് പോകാം. ശ്രീറാം ഫിനാൻസ് ഇത്രത്തോളം കയറി എന്ന് പറയുന്നതിൽ കാരണം ചാർട്ടിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സെറ്റപ്പാണ് കഴിഞ്ഞ ഈ 2025. കാരണം ഏകദേശം ഒരു സെപ്റ്റംബർ വരെ അതൊരു കൺസോളിഡേറ്റഡ് മൂവിലായിരുന്നു. ഈ ഒരു കൺസോളിഡേഷൻ തന്ന മൂവ്മെന്റ്സ് ആണ് ഇപ്പൊ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അതായത് സെപ്റ്റംബറിന് ശേഷം നവംബർ ഡിസംബറോടുകൂടി നമ്മൾക്ക് തന്ന, അത് 550 നിന്ന് അല്ലെങ്കിൽ 1000 വന്നുകൊണ്ടിരിക്കുന്ന ഈ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി മൂവ്മെന്റ്സ് അല്ലെങ്കിൽ പ്രൈമറി ട്രെൻഡ് മാത്രമാണെന്ന് എനിക്ക് പറയാൻ കഴിയും. ഇതിനുശേഷം ഒരു സെക്കൻഡറി മൂവ്മെന്റ്സ് അത് വളരെ സ്പീഡായിരിക്കും. കാരണം ഇപ്പോഴെല്ലാം തന്നെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ആണ്. ഇതിന് ശേഷമൊക്കെ മാസ് പാർട്ടിസിപ്പേഷൻ വരാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രൈമറി ട്രെൻഡിലെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞിട്ട് ഇതിന്റെ ബെനിഫിഷ്യറി ഒക്കെ നമ്മളെ EPS ഒക്കെ കൂടുന്ന ഒരു സമയത്ത് ഈ സ്റ്റോക്സിന്റെ പ്രൈസ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നത്തെ ലെവലും നമുക്ക് ഇന്ന് പറയുന്ന ഈ 930-35 എന്ന് പറയുന്ന ഒരു ലെവലുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ചാർട്ടിനെ സംബന്ധിച്ച് വളരെയധികം സ്ട്രോങ് ആണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നിരിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള വോളിയം, പ്ലസ് ഇതൊരു പ്രൈമറി ട്രെൻഡ് മാത്രമാണ്. ഇനി ഒരു മാസ് പാർട്ടിസിപ്പേഷനോട് കൂടിയുള്ള സെക്കൻഡറി ട്രെൻഡ് ഒക്കെ വരാനുണ്ട്. അപ്പൊ ഇതിന്റെ ലോങ് ടൈം ചാർട്ടിന്റെ സെറ്റപ്പ് ആൾറെഡി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് വളരെ വിസിബിലിറ്റി ഉള്ളതാണ്. ഇനി അതിന്റെ ടൈമിങ്സും കാര്യങ്ങളും നമുക്ക് അറിയേണ്ടതുണ്ട്. അതിന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അനീഷ്, എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യനും കൂടി. അതായത് നമുക്കറിയാലോ, അമേരിക്കയിൽ NYSE അല്ലെങ്കിൽ നാസ്ഡാക്കിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ADRകൾ എന്ന് പറയുന്നത് നമുക്കറിയാം. HDFC ബാങ്ക് ഉണ്ട്, ഇൻഫോസിസ് ഉണ്ട്, വിപ്രോ ഉണ്ട്, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറി ഉണ്ട്, HDFC ബാങ്ക്, ICICI ബാങ്ക് ഒക്കെ ലിസ്റ്റഡ് ആണ് എന്നുള്ള. എന്നാൽ തന്നെയും വെള്ളിയാഴ്ച ഇൻഫോസിസിൻ്റെ ഷെയർസ്, അതായത് ADR 40% അപ്പായിരുന്നു എന്നുള്ളതാണ്. നമുക്കതിനകത്ത് നിന്നുള്ള റീസൺ പറയുന്നത് ഷോർട്ട് സ്ക്വീസ്, അതായത് ഒരു ലെൻഡർ റീകോൾ ചെയ്തു, ഷെയർ റീകോൾ ചെയ്ത കാരണം ഭയങ്കരമായിട്ട്
നന്നായിട്ടുള്ള ഒരു ഷോർട്ട് കവറിങ് വന്നു എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. കാരണം 52 വീക്ക് ഹൈ ആയ ഏതാണ്ട് 40% റിട്ടേൺ, ഏതാണ്ട് $30 വരെ പോയി എന്നാണ്. പിന്നെ ഇപ്പോൾ ഈ പ്രൈസ് കൺട്രോൾ ചെയ്യുന്ന മെക്കാനിസം ഒക്കെ US-ലെ റെഗുലേറ്ററിൻ്റെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ ഏതാണ്ട് 5% മാത്രം അപ്പായി $19 ഇൻഫോസിസ് ട്രേഡ് ചെയ്യണമെന്ന് പറയും. അതിന് പറയുന്ന റീസൺ എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഷോർട്ട് കവറിങ് വന്നു, അതായത് ഷോർട്ട് സ്ക്വീസ് വന്നു എന്ന് പറഞ്ഞാൽ അക്സെഞ്ചറിൻ്റെ റിസൾട്ട്സ് ബെറ്റർ ആയിരുന്നു. ബെറ്റർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തത് മോശമായിരുന്നു, അതിനേക്കാളും ഭേദമായിരുന്നു എന്നുള്ള കാരണത്താലാണ് ഇൻഫോസിസിൽ ഷോർട്ട് കവറിങ് വന്നത്. എന്നാൽ വിപ്രോയിൽ അത് വന്നിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. എന്നാൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുമ്പോൾ അതിപ്പോൾ അമേരിക്കയിൽ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ട് ADRൽ നടന്നത്, വെള്ളിയാഴ്ച ADRൽ നടന്ന ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ട് മാറ്റിവെക്കാം. എന്നാൽ അത് ആ ഒരു റിവർബറേഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ വരേണ്ട കാര്യമില്ല. ഇന്ന് ഇൻഫോസിസ് ഞാൻ നോക്കുമ്പോൾ വിഷ്ണു മാർക്കറ്റ് ഓപ്പണിംഗിൽ പറഞ്ഞത് ഏതാണ്ട് 2 to 3% അപ്പായിരുന്നു എന്നുള്ള എന്തെങ്കിലും ഇൻഡിക്കേഷൻസ് ഇൻഫോസിസിൻ്റെ ചാർട്ട് കാണിക്കുന്നുണ്ടോ അനീഷ്? ഇൻഫോസിസും വിപ്രോയും ഓൾമോസ്റ്റ് സെയിം ചാർട്ട് പാറ്റേൺസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഹെവി വോളിയം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മെയിൽ അതുപോലെ നവംബർ വരെ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞു. ഞാൻ തന്നെ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, 1600 എബോവ് വന്നു കഴിഞ്ഞാൽ നല്ലൊരു സാധ്യതയുണ്ട്. ആ ഒരു മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1900 വരെ പോകാനുള്ള സാധ്യത, അതായത് 1900 എന്ന ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഷോർട്ട് ടൈമിൽ ഇപ്പോൾ കാണുന്നത്. വോളിയത്തിൽ വളരെയധികം ഇമ്പ്രൂവ്മെന്റ്സ്, നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ എബോ ആവറേജ് ആൻഡ് വളരെ ഹൈ ആയിട്ടുള്ള ഒരു വോളിയം സെറ്റപ്പിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് വിപ്രോയുടെ ചാർട്ട്. ഇത് രണ്ടും ഏകദേശം സെയിം ചാർട്ട് പാറ്റേൺ ആയിട്ടാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എനിക്ക് തോന്നുന്ന ഒരു നിഫ്റ്റി റെസ്റ്റ് ചെയ്താൽ പോലും ഈ IT ഇൻഡെക്സും അതേപോലെ തന്നെ ഈ IT സെക്ടറും മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ഇൻഡെക്സ് മാനേജ് ചെയ്യാനുള്ള സാധ്യതയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. താങ്ക് യു അനീഷ് സാർ, ഇത്രയും അപ്ഡേറ്റ്സ് പങ്കുവച്ചതിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Opening hours with MyFin.